എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മുംബൈ ഇന്ന് തങ്ങളുടെ രണ്ടാം തോൽവിയാണ് ഏറ്റുവാങ്ങിയത്. ഹൈദരാബാദിനെതിരെ മുംബൈ ശരിക്കും നാണം കെട്ടു. ഹൈദരാബാദ് ഇന്ന് IPL ചരിത്രം കുറിച്ചപ്പോൾ മുംബൈ നോക്കുകുത്തിയായി നിന്നു. 31 റൺസിനാണ് ഹൈദരാബാദ് മുംബൈയെ ഇന്ന് പരാജയപ്പെടുത്തിയത്. മുംബൈക്ക് പിഴച്ചത് ബൗളിംഗിൽ തന്നെയായിരുന്നു. ഹൈദരാബാദ് നിരയിൽ എല്ലാ താരങ്ങളും മികച്ച കളി തന്നെ കാഴ്ചവെച്ചു. ബാറ്റിംഗിൽ അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ്, ക്ലാസിൻ എന്നിവർ സിക്സറുകളും ഫോറുകളും കൊണ്ട് കളം നിറഞ്ഞു തന്നെ കളിച്ചു. ഇന്ന് കളി തോറ്റപ്പോൾ മുംബൈ ക്യാപ്റ്റൻ പാണ്ഡ്യ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞാൻ വളരെ ഡിസപ്പോയിന്റഡ്. നല്ല പ്രതീക്ഷയിൽ ആണ് ഞങ്ങൾ ഇന്ന് കളത്തിലിറങ്ങിയത്. ഹൈദരാബാദിനെ ഈസിയായി തോൽപ്പിക്കാം എന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് അടിപതറി. അവരെ ഞങ്ങൾ വില കുറച്ച് കണ്ടു. അതാണ് ഞങ്ങൾക്കിന്ന് പണി തന്നത്. ബൗളിംഗിൽ പിഴച്ചെങ്കിലും ബാറ്റിംഗിൽ ഞങ്ങൾ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു. പക്ഷേ ഞങ്ങൾക്ക് ജയിക്കാൻ സാധിച്ചില്ല. ഞങ്ങളുടെ ബൗളിംഗ് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തണമായിരുന്നു. ഹൈദരാബാദിനെ ഇന്ന് 250 റൺസിന് താഴെ പിടിച്ചു കെട്ടിയിരുന്നെങ്കിൽ ഇന്നത്തെ കളി ഞങ്ങൾ ഈസിയായി ജയിച്ചേനെ. ഞാനിപ്പോഴും ധോണിഭായിയുടെയും രോഹിത്തിന്റെയും ക്യാപ്റ്റൻസി തന്ത്രങ്ങളാണ് ഫോളോ ചെയ്യാറ്. പക്ഷേ മുംബൈ ടീമിൽ എനിക്കത് വർക്ക് ആകുന്നില്ല. അതുകൊണ്ട് തന്നെ രോഹിത്തിനെ തിരിച്ച് ക്യാപ്റ്റൻ ആക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ തീരുമാനം ടീം മാനേജ്മെന്റിനോട് അറിയിക്കുകയും ചെയ്തു. കളി ഞങ്ങൾ തോറ്റതിൽ വളരെ വിഷമമുണ്ട്. വരുന്ന മത്സരത്തിൽ ഇതിലും മികച്ച പ്രകടനം ഞങ്ങൾ കാഴ്ചവെക്കും എന്നും പാണ്ഡ്യ വ്യക്തമാക്കി. മുംബൈ ആരാധകർ വിഷമത്തിലാണ്. രണ്ടാമത്തെ മത്സരവും തോറ്റതോടെ എല്ലാവരും മുംബൈ ക്യാപ്റ്റൻ പാണ്ഡ്യയെ ആണ് കുറ്റപ്പെടുത്തുന്നത്. ഇങ്ങനെ പോയാൽ ഈ സീസണിലും മുംബൈ പ്ലേ ഓഫ് കാണാതെ പുറത്താകുമെന്ന് ഉറപ്പാണ്. അപ്പോൾ മുംബൈയുടെ ഇന്നത്തെ കളിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.